ഹലോ, വെൽക്കം ടു വൈദ്യ വൈബ്സ്. ഇപ്പൊ നമ്മള് സ്കിൻ കെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ കെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബ്യൂട്ടി ടിപ്സ് കുറെ കേട്ടിട്ടാവും നമ്മൾ വന്നിട്ടുണ്ടാവുക. അതൊരു പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വെറും മിത്തുകളാണെന്ന്. നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ ആതിര നാരായണനാണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു. ഇപ്പൊ ഡോക്ടർ ഈ പ്രൊഫഷനിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഞാൻ ഈ പറഞ്ഞ പോലെ വെറും മിത്തുകളാണെന്ന് ഡോക്ടർക്ക് സയന്റിഫിക്കലി മനസ്സിലായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് മുടിയുടെ അറ്റം നമ്മൾ ട്രിം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുടി വളരും, ഇടയ്ക്കിടയ്ക്ക് മുടി അറ്റം വെട്ടി കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാനും ചെറുപ്പത്തിൽ ഇതേപോലെ അതിന് വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ട് സ്ഥിരമായിട്ട് മുടി അറ്റം വെട്ടുമായിരുന്നു. പക്ഷെ പിന്നെയാണ് അത് മനസ്സിലായത്, മുടി വളരുന്നത് സ്കാൽപ്പ് എന്നാന്നും അതുപോലെ മുടിയുടെ അറ്റം ട്രിം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സയന്റിഫിക്കലി അത് റോങ് ആണെന്നുള്ള കാര്യം. അതുപോലെ ഇപ്പോൾ നമ്മൾ മുടിയുടെ അറ്റം വെട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് എൻഡ്സിന്റെ കേസിലാണെങ്കിലും മുടിക്കായുടെ കേസിലൊക്കെ ആണെങ്കിലും ഭയങ്കര ബെനിഫിഷ്യൽ. അല്ലാണ്ട് ഹെയർ ഗ്രോത്തും മുടി ട്രിം ചെയ്യുന്നതും തമ്മിൽ ഡയറക്റ്റ്ലി ഒരു റോളും ഇല്ല. ഇപ്പൊ കുറേ സമയം ഓയിൽ വെക്കുക, അതേപോലെ ഓവർനൈറ്റ് ഓയിൽ വെച്ചിട്ട് കിടന്ന മുടിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരുപാട് പേര് ഹോസ്റ്റൽ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഇപ്പോഴത്തെ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് റോങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് നേരം തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാനില്ല. നമ്മളിപ്പോ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനാ നമ്മള് അത് അതിന്റെ വേണ്ട ഇത് കിട്ടിയിട്ട് പിന്നെ നമ്മൾ സ്കാൽപ്പിൽ മൈൽഡ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക ചെയ്യും. പക്ഷെ ഇത്രയും നേരം ഒന്നും വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ കുറെ നേരം വെക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് നേരം എണ്ണ അവിടെ നിന്നിട്ട് ഡാൻഡ്രഫ് പോലെ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓയിൽ വെക്കണതിന്റെ കാരണം കൊണ്ടാണോ ഡാൻഡ്രഫ് ഒക്കെ നമ്മുടെ തലയിൽ ഒരുപാടായിട്ട് വരുന്നത്? ഓയിൽ വെക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഡാൻഡ്രഫ് 2-3 ടൈപ്പ് ആയിട്ട് വരാം. നമുക്കിപ്പോ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് വരാം. അതുപോലെ ഓയിൽ പ്രൊഡക്ഷൻ കൂടിയിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ഇത് വരാം, ഡാൻഡ്രഫ് വരാം. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ഡാൻഡ്രഫ് വരാം. അപ്പോ ഇത് ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഉപയോഗിക്കണം എന്ന് പറയുമല്ലോ, അത് ശരിക്കും താരനെ പ്രിവെന്റ് ചെയ്യാന് ഒക്കെ ഹെൽപ്പ് ചെയ്യണ ഇതാണോ? സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ എന്നല്ല, ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് താരനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ പറയാറുണ്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് എല്ലാ ഷാമ്പൂസിലും സൾഫേറ്റ് ഫ്രീ ആയിട്ട് വേണം യൂസ് ചെയ്യാന്നുള്ളത്. കാരണം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മുടിനെ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആക്കി ഫ്രിസി ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അല്ലാത്തവർക്ക് അത് നമ്മൾ ഈ പറയുന്ന അത്ര തന്നെ ബാഡ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രിസി ആക്കും എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ ഈ ബയോട്ടിൻ ട്രിമിൽ എന്തെങ്കിലും സയന്റിഫിക് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ? ബയോട്ടിൻ എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ B6 B7 ആണ് നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും കുറച്ച് എമൗണ്ടിലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ശരിക്കും നമ്മുടെ മുടി തിന്നായി പോയിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ബയോട്ടിൻ സപ്ലിമെന്റ്സ് എടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മളൊരു അളവിൽ കൂടുതൽ എടുക്കുന്നതും ഹാർംഫുൾ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ അത് റിക്വയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എടുക്കുക. അതുപോലെ ഇപ്പൊ ബയോട്ടിൻ കഴിച്ചുകൊണ്ട് മാത്രം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഒക്കെ മുടി കൊഴിച്ചിൽ വരാം. അപ്പൊ എന്താണോ അതിന്റെ കാരണം, ആ കാരണത്തിനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വഴി മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ഹെയർ ഫാള് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ കുറെ കേസുകൾ ഹെയർ ലോസ് ഉണ്ടാവണതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസിൽ എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ ഹെയറിന് കൊടുക്കേണ്ടത്? ഇപ്പൊ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി കാരണം വരാം, അപ്പൊ എന്തെങ്കിലും വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം, അതുപോലെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം വരാം. ഒരുപാട് റീസൺ കൊണ്ട് ഡെഫിഷ്യൻസി കൊണ്ട് ഹെയർ ഫോൾ വരാം. അതുപോലെ ഇപ്പൊ ചിലർക്ക് ഇപ്പോ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ, ഡാൻഡ്രഫ്, നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് വരാം. അപ്പൊ എന്താണ് റീസൺ, അത് ആദ്യം റീസൺ ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ ഡെഫിഷ്യൻസി കുറവാണെങ്കിൽ നമ്മൾ ഡയറ്റിൽ മെയിൻ ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് അത് എടുക്കുക. അതുപോലെ ഇപ്പൊ ഡാൻഡ്രഫ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഓയിലും ഷാമ്പൂസ് ഒക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. ഉള്ളിലേക്ക് എടുക്കേണ്ടതാണെങ്കിൽ ഇന്റേണൽ മെഡിസിൻസ് എടുക്കുക. അതുവഴിയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിക്കാൻ പോണില്ല, അത് നിക്കൂല എന്നിങ്ങനെ പറയില്ലേ, അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? അത് പ്രായം കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിൽക്കൂല എന്നുള്ളത് വെച്ചാൽ ചിലവർക്ക് ഇപ്പൊ ലേഡീസിനൊക്കെ ആണെങ്കിൽ മെനോപോസൽ ടൈമിൽ ധാരാളം മുടി കൊഴിയും. കാരണം ഹോർമോണൽ വേരിയേഷൻ കാരണം തന്നെ ധാരാളം മുടി കൊഴിയും. അത് നിൽക്കൂല എന്നല്ല, പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ട്, ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തെ ആ യങ് ഏജിലുള്ള അത്ര തന്നെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ മുടി പിന്നെ വളരാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില കേസ് ഇപ്പൊ അലോപേഷ്യ ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഹെയർ ഫാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാൾനെസ്, അതായത് കഷണ്ടി വരുന്നവർക്കൊക്കെ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത നോർമൽ കേസ് ഒക്കെ ആണെങ്കിൽ സ്ട്രെസ് കാരണമൊക്കെ വരുന്ന ഹെയർ ഫോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും.
സ്ട്രെസ് ഉള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രഗ്നൻസി ടൈം അതുപോലെ ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ മുടി കൊഴിച്ചില് ഉണ്ടാവുമല്ലോ, അത് എന്തുകൊണ്ടാ? അതായത് എന്തെങ്കിലും പ്രിവെൻഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, പ്രഗ്നൻസി ടൈമിൽ പൊതുവെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഒക്കെ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ പാടെ ഇത് സഡൻ ആയിട്ട് ഈ ഹോർമോൺസിന്റെ എമൗണ്ട് ബ്ലഡിൽ കുറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ധാരാളം ഹെയർ ഫാൾ വരിക. അപ്പോൾ ഈ സഡൻ ആയിട്ട് ഈ ഹോർമോൺ ഫ്ലക്ച്വേഷൻ കാരണമാണ് ഇങ്ങനെ ഹെയർ ഫാൾ ഉണ്ടാവുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതൽ, പ്രോട്ടീൻ, അയൺ റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അതുപോലെ നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഓയിൽ ആണെങ്കിലും ഹെയർ കെയർ ഇത് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്, ആ കസിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 1 year ഒക്കെ കഴിഞ്ഞു, ഇപ്പോഴും നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്. അത് അത് എന്തുകൊണ്ടാ? നോർമലി ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 months തൊട്ട് 1 year വരെയൊക്കെയാണ് ഹെയർ ഫോൾ, പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ ഉണ്ടാവുക. ചിലവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് എന്തായാലും തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ഇപ്പോൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നും കൂടി ഉള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും ആ കേസിലൊക്കെ ആണെങ്കിൽ. ഇപ്പൊ ധാരാളം വെള്ളം കുടിക്കണം എന്നൊക്കെ പറയല്ലോ, അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഹെയർ ഫോള് നിൽക്കാനോ എന്തിനെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യണത്? ധാരാളം വെള്ളം കുടിക്കണം നമ്മൾ പറയുന്നത് മുടീനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതാണ്. അപ്പം നമ്മൾ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നമ്മുടെ മുടി ഹൈഡ്രേറ്റ് ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ ഇത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുവഴി നമുക്ക് ഒരു പരിധിവരെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല, കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഡെഫിഷ്യൻസി കാരണമാണ് മുടി കൊഴിച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടർ. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ തന്നെ റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കാം. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നതിന് കൊണ്ട് എന്തെങ്കിലും നമ്മുടെ ഹെയറിന് നല്ലതാണോ? റോസ്മേരി നമ്മളിപ്പോ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള ഇതാണ്. പക്ഷെ ഒരു പരിധി വരെ അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റോസ്മേരി ഒരു മെയിൻ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോളിന്റെ കേസിലാണെങ്കിലും അത് നമുക്ക് ഒരു പരിധി വരെ അത് കാരണം നമ്മൾ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് പ്രോപ്പർ ചാനൽസിലേക്ക് ബ്ലഡ് വഴി എത്തിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇത് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാം. ഈ ഹെയർ കെയറിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്കിൻ കെയർ. അത് ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ ആൾക്കാർ വരാറുണ്ടോ, മിത്തുകളെ സ്കിൻ കെയറിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്? സ്കിൻ കെയറിൽ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് ഓൾറെഡി ഓയിലി സ്കിൻ അല്ല, അപ്പോൾ മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാരും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കാരണം ഇത് അപ്ലൈ ചെയ്താൽ നമുക്കൊരു കുറച്ചൊക്കെ നമുക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് അതുവഴി പിമ്പിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സൺസ്ക്രീനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണോ അത്, അതോ ഡേ ടൈമിൽ മാത്രം യൂസ് ചെയ്താൽ മതിയോ? അല്ല, നമ്മൾ ഡെയിലി സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം SPF 30യുടെ അബവ് ഉള്ള നമ്മൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് 30 എങ്കിലും മിനിമം ഉപയോഗിക്കണം. 30യുടെ കൂടുതലാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ UVA UVB റേഡിയേഷൻ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും പറയാം 40 minutes കൂടുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യണം എന്നാ പറയാ. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ വെയിലത്തിറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ 2 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യുക. 2 പ്രാവശ്യം എന്ന് വെച്ചാൽ രാവിലെ ആണെങ്കിലും പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇറക്കി പുറത്തിറങ്ങണേ അപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും നാച്ചുറൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാണോ നല്ലത്? ഡോക്ടർ എങ്ങനെയാണ് ഇത് കൊടുക്കാറ്? നാച്ചുറൽ, ഈ സൺസ്ക്രീനിന്റെ കേസിൽ നമ്മൾ നാച്ചുറലി നോക്കിയിട്ട് കാര്യമില്ല. കാരണം സൺസ്ക്രീനിന്റെ വർക്ക് ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. അല്ലാണ്ട് നാച്ചുറലി ഉള്ള സാധനം ഈ UV റേഡിയേഷൻസിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പർപ്പസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ വീട്ടിലിരിക്കുന്നതല്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്യണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന കുറെ കേസ് ഉണ്ട്, ഇപ്പൊ മെലാസ്മ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ. അതൊക്കെ സൺലൈറ്റ്, ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സൺലൈറ്റിന്റെ കൂടുതൽ കാരണമാണ് ഈ കരിമംഗൽ എന്ന് പറഞ്ഞ മെലാസ്മ കേസ് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സ്കിന്നിന്. ഇപ്പൊ ധാരാളം വെള്ളം കുടിച്ചാൽ സ്കിന്ന് സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് പ്രോപ്പർ ഹൈഡ്രേഷൻ ആണ് ബോഡിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുടിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേഷൻ കിട്ടുന്നതുകൊണ്ട്. അതുപോലെ
ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്ത് സെയിം പർപ്പസ് തന്നെയാണ്. അപ്പൊ അതുവഴി നമുക്ക് സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഈ ഓയിലി ഫുഡ് കഴിച്ചാൽ പിമ്പിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പുറത്തെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് പിമ്പിൾസ് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയ്ക്കണതാ. അതിലൊക്കെ സത്യമുണ്ടോ? അതായത് നോർമലി ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഓയിലി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ ഓയിലി ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമാണ് പിമ്പിൾസ് വരുന്നുള്ള ലോജിക് ഇല്ല. കാരണം ഇപ്പൊ ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിലൊക്കെ നമുക്ക് പിമ്പിൾസ് വരാം. ബ്ലഡിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ പല റീസൺ കൊണ്ട് പിമ്പിൾസ് വരാൻ പറ്റും. വെയിൽ കൊണ്ട് ആ പിമ്പിൾസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, അതോ കൂടുതലായിട്ട് ഉണ്ടാവേ കുറയെ എന്തെങ്കിലും ചെയ്യോ? അത് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ചിലർക്ക് വരാറുണ്ട്, കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ. അങ്ങനെയുള്ള പിമ്പിൾസിന് എന്തെങ്കിലും റെമഡി പറഞ്ഞേക്കാൻ പറ്റുമോ? വെയില് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് പ്രോപ്പർ ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത്, കാരണം ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ചില ഇറിറ്റേഷൻ ഉള്ള എന്താന്നുള്ളത്. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വഴി നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഇപ്പൊ ഡോക്ടർ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ റൊട്ടീൻ ഉണ്ടാവില്ലേ, അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി സ്കിൻ കെയർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ഡെയിലി അപ്ലൈ ചെയ്യും. അതിന് ശേഷമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറ്. പിന്നെ ഫേസ് മാസ്ക് ഞാനൊരു വീക്ക്ലി ട്വൈസ് എങ്കിലും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ അൺഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും? ഞാനാണോ? ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയും വിരുദ്ധാഹാരങ്ങൾ കഴിക്കരുത് എന്നുള്ളത്. പക്ഷെ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ വിരുദ്ധാഹാരങ്ങളും ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഷേക്ക്, ഇപ്പൊ മാംഗോ ഷേക്ക്, അതുപോലെ തന്നെ പൊമഗ്രാനറ്റ് ഷേക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവം ഭയങ്കര ടേസ്റ്റ്, പക്ഷെ അത് ഭയങ്കര വിരുദ്ധ. അതുപോലെ ബിരിയാണിയുടെ കൂടെ നമ്മൾ സാലഡ് കഴിക്കുന്നത്, ചിക്കന്റെ കൂടെ സാലഡ് കഴിക്കുന്നത്, പാലിന്റെ കൂടെ മീൻ കഴിക്കുന്നത്, ഇതെല്ലാം വിരുദ്ധ. പക്ഷെ ഇതെല്ലാം നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണ്. അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. ഇനി ഒരു ആയുർവേദ ഫേസ് മാസ്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യോ? ആയുർവേദം ഫേസ് മാസ്ക് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് ത്രിഫലാദി ചൂർണം എടുത്തിട്ട് തേനിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് കുറച്ചും കൂടി അലോവേറ ജെല്ലിലൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്കിന്നിന് സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോ ഫേസ് മാസ്ക് ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫേസ് മാസ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് ഒരെണ്ണം പറയുകയാണെങ്കിൽ ഇപ്പൊ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരില് കുറച്ച് ടർമറിക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ ടർമറിക് അലർജി ഉള്ള ആൾക്കാർ അത് യൂസ് ചെയ്ത് അപ്പോൾ ഇൻഡിവിജ്വലി അത് മാറും ഫേസ് മാസ്ക് എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഡോക്ടറുടെ അക്കൗണ്ട് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അതില് ആൾക്കാരൊക്കെ എന്ത് പ്രോബ്ലത്തിലാണ് വരാറ്? സ്കിൻ കെയർ പറഞ്ഞിട്ട് എന്ത് പ്രശ്നമാണ് ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയാറ്? സ്കിൻ കെയറിൽ മെയിൻ ആയിട്ട് പിമ്പിൾസ് വരാറുണ്ട്, അതുപോലെ സോറിയാസിന്റെ കേസ് വരാറുണ്ട്, ഡ്രൈനെസ് വരാറുണ്ട്, പിഗ്മെന്റേഷൻ വരാറുണ്ട്, ഒരുപാട് കേസ് വരാറുണ്ട്. ഈ സോറിയാസിസിലൊക്കെ ശരിക്കും ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഒരുപാട് കേസ് ഉണ്ട്. സോറിയാസിസ് എക്സിമ ഒക്കെ പോലെ കേസിൽ ആയുർവേദത്തിന് നല്ല ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് മോഡേൺ ഇപ്പൊ ഒരുപാട് പേര് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സോറിയാസിസ് മോഡേൺ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം അതിലേക്ക് ഒരു ആശ്വാസം കിട്ടുന്നല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ക്യൂർ എല്ലാവർക്കും അല്ല, പക്ഷെ കിട്ടാത്തവർക്കും ആയുർവേദത്തില് കിട്ടി കണ്ടിട്ടുണ്ട്. ഈ എക്സ്ട്രീം കേസസിൽ നമ്മൾ ആയുർവേദത്തിലാണോ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, അതോ മോഡേൺ മെഡിസിനിലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം രണ്ടിലും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. എന്നാലും ആയുർവേദിക് ആവുമ്പോ കുറെ ടൈം എടുക്കും അതൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്കും? അത് ഇപ്പൊ സോറിയാസിസിലാണെങ്കിലും തൽക്കാലം അവർക്ക് ആ സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആവണം എന്നില്ല എല്ലാവരുടെ കേസിലും. പക്ഷെ ആയുർവേദത്തിലാണെങ്കിലും കുറച്ച് ടൈം എടുത്താലും അത് ഫ്രം ദ റൂട്ട് അതിനൊരു ഒരു കൊടുക്കാൻ പറ്റാറുണ്ട്, റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. ഞാൻ ഈ കമന്റ്സിലൊക്കെ കാണാറുണ്ട് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ സജസ്റ്റ് ചെയ്യോ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഓയിലൊക്കെ ശരിക്കും എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്തതുകൊണ്ട് മാത്രം സ്കിന്ന് ബ്രൈറ്റ് ആവോ? അതായത് ആയുർവേദത്തിൽ ഒരുപാട് അതായത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. സ്കിൻ ബ്രൈറ്റനിങ് വർണ്ണഗണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗണങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. കാരണം ചിലപ്പോൾ ടാൻ കാരണമായിരിക്കാം ചിലർക്കൊക്കെ സ്കിന്ന് ഡള്ളായി പോയിട്ടുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ ഈ ഓയിലി ആയിട്ടുള്ള സാധനം പിമ്പിൾസ് ഉള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ക്ലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ?
അതാ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഓയിലി സ്കിന്നിലുള്ള ഉള്ള ആൾക്കാർ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കി വേണം യൂസ് ചെയ്യാൻ. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ അത് പ്രിപ്പയർ ആയിരിക്കണം. അതുപോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഒരുപാട് നേരം ഈ ഓയിലൊക്കെ മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പിമ്പിൾസ് വേഴ്സ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കും. പക്ഷെ ഡ്രൈ സ്കിൻ ആൻഡ് നോർമൽ സ്കിന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിഷ്യൽ അപ്പൊ ആണ്. എനിക്ക് ഓയിലി സ്കിന്നാണ്, അപ്പൊ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞുതരാൻ പറ്റുമോ? ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫേസ് മാസ്ക് വഴി നമുക്ക് പിമ്പിൾസ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാണ് നല്ലത്. അപ്പോൾ പിമ്പിൾസിന്റെ കേസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രിഫലാദി ചൂർണം തേനിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇന്റേണൽ മെഡിക്കേഷൻസ് അതും കഴിക്കുമ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വഴി തന്നെ ഇതാക്കാം. പിന്നെ ചിലവർക്ക് പിമ്പിൾസ് വരുന്നത് പീരീഡ്സിലൊക്കെ ഇഷ്യൂ ഉള്ളവർക്ക് പിമ്പിൾസ് വരാം. അപ്പൊ അതൊക്കെ കൺസേൺ ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ലൈൻ ഫോളോ ചെയ്യാൻ. വെറുതെ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം എന്നുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഫുഡിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഓയിലി സ്കിന്നാര്? തീർച്ചയായിട്ടും ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്യണം. ജങ്ക് ഫുഡ്, പുറത്തുനിന്നൊക്കെയുള്ള ജങ്ക് ഫുഡ് കൺട്രോൾ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഇപ്പൊ രാവിലെ എണീക്കുന്നതാണെങ്കിലും നൈറ്റിൽ ഉറങ്ങുന്നതാണെങ്കിലും പ്രോപ്പർ ടൈമിങ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ഫുഡ് കഴിക്കാൻ നോക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക, നട്ട്സ് ഒക്കെ ധാരാളം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ കുട്ടികൾക്ക് ഓയിൽ തേച്ച് കൊടുക്കുമല്ലോ, അപ്പൊ അതിലെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ എല്ലാ ഓയിലും ഒന്നും കുട്ടികൾക്ക് തേച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറെ ഇൻഗ്രീഡിയൻസ് അവർക്ക് അത് കുട്ടികൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഒരു പാച്ച് ടെസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അത് അലർജി ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് വേണം മേല് മൊത്തം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ചിലർക്ക് ഇപ്പൊ നാൽപ്പാമരാതിയൊക്കെ ആണെങ്കിൽ തന്നെ ചില കുട്ടികൾക്ക് അത് അലർജി ഉണ്ടാവാം. കാരണം മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഏരിയയിൽ തേച്ചിട്ട് അത് അവർക്ക് അലർജി ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മൊത്തത്തിൽ തേക്കുക. ഈ കുട്ടികളുടെ കേസ് എന്തൊക്കെ കേസസ് ആണ് ഡോക്ടർക്ക് വരാറ്? കുട്ടികളുടെ കേസ് ആണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്, അതുപോലെ എന്തെങ്കിലും അലർജി ഉള്ളവർക്ക്, സ്കിൻ റാഷ് ഉള്ളവര്, അങ്ങനെ എല്ലാ കേസും വരാറുണ്ട്. ഈ കുട്ടികളുടെ ബ്രൈറ്റനിങ് ഒക്കെ ഗ്രാജുവലി ഇമ്പ്രൂവ് ആവണതാണോ, അതോ വല്ല ഓയിലോ അങ്ങനെ ഓരോന്നൊക്കെ തേച്ചിട്ട് അങ്ങനെ ആവണതാണോ? അതായത് എന്തായാലും ഹെറിഡിറ്ററി ആയിട്ടൊരു കളർ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പർ ആയിട്ട് അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ. ഒരുപാട് പേർക്ക് ഇപ്പൊ ബ്ലാക്ക് ഇപ്പൊ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള കേസ് ആണെങ്കിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. ചെറിയ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, എനിക്ക് പേഴ്സണലി കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ എത്ര വയസ്സ് മുതലാണ് കുട്ടികൾക്ക് ഓയിലൊക്കെ തേച്ച് കൊടുക്കേണ്ടത്? അതായത് ചെറുപ്പം തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മള് ജനിച്ച ഉടനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാണ് നല്ലത്. പിന്നെ അതേപോലെ ചെറിയ ലാക്ഷാതി തൈലം പോലെയൊക്കെയുള്ള ഓയിൽസ് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെയുള്ള. അതിന്റെ ടൈം ഷെഡ്യൂൾ എങ്ങനെ? കുറെ സമയം വെക്കണം എന്നാണോ, അതോ പെട്ടെന്ന് കഴുകി കളയണം എന്നാണോ കുട്ടികളിൽ? കുറച്ച് നേരം, ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമുണ്ട്. മാക്സിമം അരമണിക്കൂർ ടു 1 മണിക്കൂർ മാക്സിമം അത്ര വെച്ചാൽ മതി. ഈ സ്കിൻ കെയർ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിൽ ഹെയർ കെയറിനും എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് എണ്ണയൊന്നും ഇപ്പൊ ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നാച്ചുറലി ഉള്ള നേരത്തെ പറഞ്ഞ പോലെ സെബം പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പറ്റിക്കൊള്ളുന്നില്ല. ജലദോഷം വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. ഈ കുട്ടികളുടെ തലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുട്ടയടിച്ചു കൊടുക്കാറുണ്ട്, അവരുടെ സ്കിന്ന് ഒന്നും കൂടെ കട്ടി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിലെന്തെങ്കിലും? അതായത് ചിലർ പറയും മുടി മൊട്ടയടിക്കുന്ന വഴി ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാം, അതുപോലെ പുതിയ മുടി വരും. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ അതില് വലിയ റീസൺസ് ഒന്നുമില്ല. പക്ഷെ കുട്ടികൾക്ക് മുടി മൊട്ടയടിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ചൂടിന് റിലീഫ് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുടി മൊട്ടയടിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചുരുണ്ട മുടിയുള്ള കുട്ടികളുടെ മുടി മൊട്ടയടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മാറി വരും എന്ന് പറയുന്നതൊക്കെ സത്യമാണോ, അതോ അത് വെറും മിത്തായിട്ടാണോ? അക്കോർഡിംഗ് ടു മീ അതൊരു മിത്താണ്. കാരണം അതില് ലോജിക്ക് ഇല്ലാന്ന്. കാരണം മുടിയുടെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അതൊരു ഹെറിഡിറ്ററി ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രാവശ്യം മുടി മൊട്ട അടിച്ച് വെച്ചിട്ട് ചെറിയ 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 ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി ഭയങ്കര കേളി ആയിട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഡോക്ടർ, നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും ടിപ്പുകള് സ്കിൻ കെയറിലോ ഹെയർ കെയറിലോ പറഞ്ഞുതരോ? അതിന് നമുക്ക് ഈ ഇത് വൈൻഡപ്പ് ചെയ്യാം. ഡെയിലി ഇപ്പൊ സ്കിൻ കെയറിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ എന്തായാലും ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യണം. എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇപ്പൊ നൈറ്റ് വന്നിട്ടാണെങ്കിലും നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് ഉറങ്ങരുത്. കാരണം മേക്കപ്പ് കുറെ നേരം അവിടെ വെക്കുമ്പോൾ അത്
സ്കിന്നിൽ നിന്നിട്ട് പിമ്പിൾസ് വരാനും അതുപോലെ പോർസ് ക്ലോസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് നൈറ്റ് ആണെങ്കിലും ക്ലെൻസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. അപ്പോ ഇന്ന് എനിക്കുള്ള കുറെ വിത്തുകള് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.